നൃത്തകലകളിൽ തിളങ്ങി കലോത്സവത്തിന്റെ ഒന്നാം ദിനം. അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ദിനത്തിൽ കാണികളെ ആവേശഭരിതരാക്കി വിവിധ നൃത്ത മത്സരങ്ങൾ നടന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, സംഘനൃത്തം, ഒപ്പന തുടങ്ങി വൈവിധ്യമാർന്ന കലാരൂപങ്ങളാണ് വിവിധ വേദികളിലായി അരങ്ങേറിയത്. വാശിയേറിയ കുച്ചിപ്പുടി വിഭാഗം മത്സരം കാണികൾക്ക് കൗതുകമേകി. എന്നാൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധിയായിരുന്നു കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുത്ത ഐശ്വര്യ എന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ ഒരു തുടക്കമായിരുന്നു നമ്മളെല്ലാവരും കണ്ടത്. എന്നാൽ അതിനിടയിൽ ചെറിയൊരു ദുഃഖകരമായ സംഭവം കൂടെ നടന്നിരുന്നു. കുച്ചിപ്പുടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ പാട്ട് ഇടയിൽ വെച്ച് നിന്നുപോയി. എന്നാൽ വീണ്ടും ധൈര്യം വീണ്ടെടുത്ത് ആ കുട്ടി വീണ്ടും മത്സരത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ആ കൊച്ചുമിടുക്കി, ആ കൊച്ചു കലാകാരി നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ആ കുട്ടിയോട് നേരിട്ട് തന്നെ ചോദിക്കാം. മോൾക്ക് പെട്ടെന്ന് അങ്ങനെ പാട്ട് നിന്ന് പോയപ്പോൾ വിഷമമുണ്ടായോ? പ്രതീക്ഷിച്ചില്ലല്ലോ പെട്ടെന്ന് നിന്ന് പോവെന്ന്. എന്നിട്ട് പിന്നെന്താ ജഡ്ജസ് എന്താ പറഞ്ഞത്? അല്ല, അവർ സ്റ്റേജിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞു ഒന്നുകൂടെ കളിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞു. കളിച്ചു. അങ്ങനെ പെട്ടെന്ന് ഒരു 7-8 സംതിങ് മിനിറ്റോളം കളിച്ചായിരുന്നു. അപ്പോഴാണ് സ്റ്റക്കായി. എന്തോ അവരുടെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം തന്നെ നിന്ന് പോയാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പം ഞാൻ ചെറുക്കട വെസ്സാർവി. അതെ. എത്ര വർഷം പഠിക്കുന്നു? ഇപ്പം 10ലാണ് ഞാൻ പഠിക്കുന്നത്. കൊച്ചിലെ തൊട്ട് LKG തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ആരാണ് ഗുരു? RLV രാജേഷിബു. കുച്ചിപ്പുടി മാത്രമാണോ? അല്ലല്ല, എല്ലാം ഉണ്ട്. ഏതൊക്കെ ഐറ്റംസ് ആണ്? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്. 3 ഐറ്റംസ് പഠിക്കുന്നുണ്ട്. പുതുതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇപ്പം ഹാപ്പി ആണല്ലോ. എന്തായാലും ഐശ്വര്യ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തു, സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പകുതി വഴിയിൽ നൃത്തം അവസാനിപ്പിച്ച് വേദി വിട്ടിറങ്ങേണ്ടി വന്നപ്പോൾ മനസ്സൊന്ന് പിടഞ്ഞെങ്കിലും അതിലും മനോഹരമായി ഐശ്വര്യ വീണ്ടും അതേ വേദിയിൽ കുച്ചിപ്പുടി അവതരിപ്പിച്ചു. മത്സര വിഭാഗത്തിൽ കുച്ചിപ്പുടി നൃത്തത്തിന്റെ വിധി പുറത്തു വന്നപ്പോൾ ഐശ്വര്യയ്ക്ക് A ഗ്രേഡും ലഭിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.